ഹായ് നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളങ്കാവൽ സിനിമ ഒരു രക്ഷയിലാട്ടോ, വിട്ടു പോയെന്ന് വേണം പറയാൻ. ഗംഭീര പബ്ലിക് റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയ്ക്കും കിട്ടാത്ത തരത്തിലുള്ള ഒരു പബ്ലിക്കിൻ്റെ ഒരു പിന്തുണയാണ് കളങ്കാവൽ സിനിമയ്ക്ക് ലഭിക്കുന്നത്. കളങ്കാവലിലെ മമ്മൂക്ക ചെയ്തിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രം, ആ സിനിമ സ്ത്രീ പ്രേക്ഷകർ തിയേറ്ററിൽ ഇരിക്കുമ്പോഴത്തേക്ക് മമ്മൂക്ക പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു പക്ഷേ എൻ്റെ കഥാപാത്രത്തെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, പക്ഷെ തിയേറ്ററിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ആ കഥാപാത്രത്തെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു സംഭവം ഇന്നലെ നമ്മൾ ചെയ്തിട്ടുള്ള റിവ്യൂസിനകത്തൊക്കെ സ്ത്രീ പ്രേക്ഷകരാണ് വന്നിട്ട് ആ സിനിമയെക്കുറിച്ചും മമ്മൂക്കയുടെ കഥാപാത്രത്തെക്കുറിച്ചും പറയുന്നത്. കാരണം സൈനൈഡ് മോഹൻ്റെ ആ ഒരു ക്യാരക്ടറുമായിട്ട് യോജിച്ച് നിൽക്കുന്നെങ്കിലും ഒരു സിനിമാറ്റിക് രീതിയിൽ തന്നെയാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്. സിനിമയിൽ നമുക്ക് മമ്മൂക്കയുടെയോ അല്ലെങ്കിൽ വിനായകൻ്റെയോ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരു ചെറിയ റോള് ചെയ്തിരിക്കുന്നവരുടെ ആളുടെ പോലും ആ റിവീൽ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള നല്ല അടിപൊളി ട്വിസ്റ്റും സസ്പെൻസും ഒക്കെ നിറഞ്ഞിട്ടുള്ള നല്ല കിഡില മേക്കിംഗ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് കളങ്കാവൽ. അപ്പോൾ ഇന്നലെ ഈ സിനിമ കണ്ടിട്ടുള്ള ചില വേട്ടാവളിയന്മാർ റിവ്യൂ ചെയ്തിട്ടെ അമ്മമാരൊക്കെ ഇപ്പോൾ ഏറി തന്നെ നമ്മുടെ കിഴി മച്ചന്മാരില്ലേ, അമ്മർക്ക് കിഴി ആരോ കൊടുത്തിട്ട് പറയിച്ചതെന്നൊക്കെയാണ് കമൻറ്റിൽ വരുന്നത്. അപ്പം ഞാൻ ഇന്നലെ ഇതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയാത്ത ഒരു 2-3 ചെറിയ കാര്യങ്ങളൂടെ ഞാനൊന്ന് ആഡ് ചെയ്യുകയാണ്. അപ്പം പുതിയ വേട്ടാവളിയന്മാരും കൂടെ ഇപ്പോൾ റിവ്യൂ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഇതിനിപ്പോൾ പിടിച്ചാൽ കിട്ടത്തില്ല. കാരണം പ്രേക്ഷകർ ഈ സിനിമ ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഫ്രീ സെയിലിലൂടെ തന്നെ ഏതാണ്ട് 3 കോടിയോളം രൂപയാണ് ബുക്ക് മൈ ഷോയിലൂടെ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ഡേ കേരളത്തിൽ നിന്ന് മാത്രം സിനിമ നേടിയിരിക്കുന്നത് 4.75 CR ആണ്. അതോടൊപ്പം തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നേടിയിരിക്കുന്നത് 1.25 CR ആണ്. അങ്ങനെ ഏകദേശം ഒരു 6 കോടിയോളം രൂപ തിയേറ്റർ കളക്ഷൻ മാത്രം ലഭിച്ചിട്ടുണ്ട്. ഫ്രീ സെയിലും കൂടെ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 8 കോടിക്ക് മുകളിലാണ് കേരളത്തിൽ നിന്ന് മാത്രം സിനിമ നേടിയിരിക്കുന്നത്. വേൾഡ് വൈഡ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ ഈ സിനിമ നേടിയിരിക്കുന്നത് 15-നും 20-നും ഇടയിലായിട്ടാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ട് പുറത്തേക്ക് വരും. എന്തായാലും ഇത്രയും കളക്ഷൻ ഈ സിനിമ നേടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സിനിമ സൂപ്പർ ഹിറ്റ് അല്ല ബമ്പർ ഹിറ്റിലേക്ക് പോവാണ്. നമുക്ക് ഈ വേട്ടാവളിയും പറയുന്നത് എന്താണെന്ന് കേൾക്കാം. എടേ ഒരുപാട് തള്ളി മറിക്കണ്ട, 1 ടൈം വാച്ചബിൾ, തൃപ്തികരം, അത്രേ ഉള്ളൂ. ഏഷ്യാനെറ്റിലെ ബാബു രാമചന്ദ്രൻ്റെ വല്ലാത്തൊരു കഥയിൽ സൈനൈഡ് മോഹനെ പറ്റിയുള്ള ഒരു എപ്പിസോഡുണ്ട്. ഏകദേശം 30 മിനിറ്റ് മേലെയുള്ള ആ എപ്പിസോഡിൽ 7 മിനിറ്റ് എടുത്തിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻട്രോ സീൻ പറയുന്നത്. ആ പറയുമ്പോൾ കിട്ടുന്നുള്ള ആ ഒരു രോമാഞ്ചം ഉണ്ടല്ലോ, ഈ കഥയിൽ അത്രയും കിട്ടുന്നില്ല. കാരണം ഇതിനകത്ത് ഇദ്ദേഹം ആരാണ്, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നുള്ള കാര്യം വ്യക്തമായിട്ട് അങ്ങോട്ട് പറയുന്നില്ല. ഇത് പൂർണ്ണമായും സൈനൈഡ് മോഹൻ്റെ സ്റ്റോറി അല്ല. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഇയാൾ ചെയ്തിട്ടുള്ള കൊലകളുടെ ഒരു മോഡസ് ഓപ്പറാൻഡി മാത്രമേ കാണിക്കുന്നുള്ളൂ. സെക്കൻഡ് ഹാഫിൽ ഒരു വാട്ട് ഈഫാണ്, ഇത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ശരിക്കുള്ള കഥയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി. നമ്മൾ ഒരുപാട് അങ്ങോട്ട് തള്ളി മറിക്കുന്നൊന്നുമില്ല. കാരണം സിനിമ കണ്ട പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് സിനിമ എന്താണെന്ന്, മമ്മൂക്ക ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എന്താണെന്നുള്ളത്. സൈനൈഡ് മോഹൻ്റെ ക്യാരക്ടറുമായിട്ട് യോജിച്ചിരിക്കുന്നതെന്നൊക്കെ എല്ലാം ഓൾറെഡി അതെല്ലാം അറിഞ്ഞതാണ്. സിനിമ കാണുമ്പോൾ വില്ലൻ ഇയാളാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലായി. പക്ഷേ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ സിനിമ നമ്മൾ കാണുമ്പോഴത്തേക്ക് മലയാള സിനിമയിൽ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ളൊരു ട്വിസ്റ്റും ഒരു ത്രില്ലിംഗ് ഒക്കെ ഈ സിനിമയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയെ പ്രേക്ഷകർ ഏറ്റെടുത്തതും. ഇനി കിഴി മച്ചാമാര് പറഞ്ഞ കാര്യം കൂടെ ഒന്ന് കേട്ടോ. സ്വീകരണം ഈ സമയത്തൊക്കെ സത്യത്തിൽ നമുക്ക് തൊലി ഉരിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ട്. സത്യസന്ധമായിട്ട് പറയാണ്. അത് ഈ ഏജ് ഡിഫറൻസ് ഭയങ്കരമായിട്ട് നമുക്കത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ് സിനിമ. ഇതെന്നറിയോ, ആശയങ്ങളൊക്കെ മാക്സിമം സ്ത്രീകൾ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അപ്പുറത്ത് നിൽക്കുന്നത് മമ്മൂട്ടിയാണെന്നുള്ളത് കൊണ്ട് അക്സെപ്റ്റബിൾ അല്ല. അതെ, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതായത് കൊലപാതക രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ ആയതുകൊണ്ട് തന്നെ ഒരേ പാറ്റേൺ ആയതുകൊണ്ട് ഇതിങ്ങനെ തുടർന്ന് വന്നിട്ട് അതും ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ 2:19 അതെ, 2:19 തന്നെ ഭയങ്കര കൂടുതലായിട്ട് ഫീൽ ചെയ്യുക. കാരണം ഇതിലേക്ക് വരാം, വിനായകനും നല്ല മിസ്കാസ്റ്റിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. തീരെ എനർജി ഇല്ലാത്ത 2 പേർ, തീരെ എനർജി ഫീൽ ചെയ്യുന്നില്ല. സിനിമയുടെ ഈ വിഷ്വലുമായ എനർജി ഫീൽ ചെയ്യുന്നില്ല, ഒരു അന്വേഷണത്തിന്റെ എനർജി ഫീൽ ചെയ്യുന്നില്ല. എന്തിന് വില്ലൻ കൊല്ലുന്നതായിട്ട് അങ്ങ് ഫീൽ ചെയ്യണ്ടേ? മരിക്കുന്ന ആള് സമ്മതിച്ചു കൊടുത്തിട്ട് എന്നെ അങ്ങ് കൊന്നോ, ഞാൻ നിന്ന് തരാം എന്നുള്ള രീതിയിൽ അങ്ങ് മരിച്ചു കൊടുക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നത്. അത് കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമൊന്നും തോന്നില്ല. കാരണം ഇതിന്റെ സ്ക്രിപ്റ്റിന് ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മച്ചാമാർ അബ്നോർമൽ അങ്ങാണ്ട് കയറിയെന്നാണ് കേട്ടോ ഈ സിനിമ കണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്. കാരണം കേരളത്തിൽ ഈ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള പ്രേക്ഷകർ പറയുന്നത് നമ്മളെല്ലാവരും ഓൾറെഡി കേട്ടതാണല്ലോ അല്ലേ. മലയാള സിനിമയിൽ ഇത്തരം ഒരു കഥാപാത്രം എടുക്കാൻ കാണിച്ചിട്ടുള്ള മമ്മൂക്കയുടെ ഒരു ധൈര്യം, ആ ധൈര്യത്തിനെയാണ് എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൈനൈഡ് മോഹൻ്റെ ക്യാരക്ടറൊന്നും അല്ല മമ്മൂക്ക ഇതിനകത്ത് ചെയ്യുന്നത്. കഥാപാത്രമായിട്ട് ചില സാമ്യങ്ങൾ ഈ സിനിമയ്ക്ക് ഉണ്ട് എന്നും കൂടെ വേണേൽ പറയാം. കിഴി മച്ചാന്മാർ ഏറി തന്നെയാണ്, താഴോട്ട് ഇറങ്ങിയിട്ടില്ല. ഇനി സിനിമ വരും ദിവസങ്ങളിൽ, അതായത് ശനി ഞായർ പിന്നെ വരാൻ പോകുന്ന 2 ദിവസം അവധി ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് 50 കോടി
ക്ലബിൽ കയറുന്ന ഒരു സിനിമ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം അത്തരത്തിലുള്ള ഒരു ബുക്കിംഗ് ആണ് നമുക്ക് ബുക്ക് മൈ ഷോയിലൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. കാരണം മമ്മൂക്കയുടെ പഴയ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനൊരു നെഗറ്റീവ് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സിനിമയ്ക്ക് ആൾ തിയേറ്ററിൽ വരാത്തൊരവസ്ഥയുണ്ട്. പക്ഷേ ഇത് അത്രത്തോളം പോസിറ്റീവ് നേടിയ ഒരു സിനിമ ഈ അടുത്ത കാലത്ത് വേറെ ഇല്ല എന്ന് വേണം പറയാൻ. എന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങളോട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.